ഇപ്പോൾ ശക്തമായ മഴ പെയ്യുന്ന സമയമാണല്ലേ. എവിടെയും കോരിച്ചൊരിയുന്ന മഴയാണ്, ഭയങ്കരമായ മഴയാണ്. മഴയത്ത് പുറത്തിറങ്ങുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മഴക്കാലമാണ്. മണ്ണിടിച്ചിലുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമുള്ള സ്ഥലത്തോ അവിടേക്കൊന്നും നിങ്ങൾ യാത്ര ചെയ്യാതിരിക്കുക. പിന്നെ കാറ് മാർഗ്ഗമൊക്കെ നമ്മൾ ഈ മലയോര മേഖലകളിലൊക്കെ പോകുന്നത് എപ്പോഴും മാക്സിമം നമ്മളത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മഴയത്ത് നമ്മുടെ കൂത്താട്ടുകുളത്ത് നിന്ന് ഞാൻ മൂലമറ്റം വരെ പോകേണ്ട ഒരു അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാൻ നല്ല മഴയത്താണ് ഞാൻ യാത്ര ചെയ്തത്. അപ്പോൾ തൊടുപുഴ കഴിഞ്ഞ് മുന്നോട്ട് ഞാൻ മുട്ടം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റാത്ത ഒരു പരിസ്ഥിതിയിലേക്ക് എത്തി. കാരണം അതുപോലെ ശക്തമായ മഴയാണ്. അപ്പോൾ അവിടെ ചെറിയൊരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. ആ വെയിറ്റിംഗ് ഷെഡിൻ്റെ സമീപത്ത് ഞാൻ എൻ്റെ വണ്ടി ഒതുക്കി അവിടെ നിർത്തിയപ്പോഴേക്കും ആ വെയിറ്റിംഗ് ഷെഡിൻ്റെ സൈഡിൽ നിന്ന് വളരെ ചെറുതായിട്ട് ആരോ ഒരു കൈക്കുഞ്ഞ് കരയുന്ന പോലെ ചെറിയൊരു സൗണ്ട് ഞാൻ കേട്ടു. വളരെ ഫീബിളായിട്ട് ശക്തമായ മഴ പെയ്യുകയാണ്. അവിടെ ഒരു ഇഞ്ചപ്പടർപ്പായ കാടും മറ്റുമൊക്കെയാണ്. അപ്പം ഞാൻ അതിലേക്ക് നിന്ന് നോക്കാനായിട്ട് എനിക്ക് പറ്റുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നില്ല. എൻ്റെ ഈ കുടയുണ്ട്, ഞാൻ ചുറ്റുപാടുകളുമൊക്കെ കുടയൊക്കെ ആയിട്ട് നോക്കിയെങ്കിലും എനിക്ക് ആരെയും അവിടെ ഒന്നും എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല. ഞാൻ എൻ്റെ ഷർട്ട് ഊരിയിട്ട് കുടയും കൊണ്ട് കാറിൽ കൊണ്ട് വെച്ചിട്ട് ഞാൻ എൻ്റെ ഇന്നർ ഇട്ടുകൊണ്ട് ഞാൻ ആ പരിസരത്തേക്ക്, ആ ഇഞ്ചപ്പടർപ്പിൻ്റെ ഇടയിലേക്ക് ഞാൻ കയറി. കാരണം ആ കുഞ്ഞിൻ്റെ കരച്ചിൽ നമുക്കറിയാം. ആരോ ഒരു കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് പോയതാണ്, അല്ലെങ്കിൽ ഇട്ടിട്ട് പോയതാണ്, കാട്ടിലിട്ടിട്ട് പോയതാണ്. ഇപ്പോഴത്തെ കാലഘട്ടമാണ്, എന്താണ് ഏതാണെന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ആ കാട്ടിലേക്ക് കയറിപ്പോയപ്പോഴേക്കും ഞാൻ ആ ഇഞ്ചപ്പടർപ്പിൻ്റെ ഉള്ളിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു കുഞ്ഞ്, അതിൻ്റെ സമീപത്ത് ഒരു തേളോ മറ്റോ കിടപ്പുണ്ട്. തേളോ മറ്റോ അല്ല, തേള് തന്നെയാണ്. ഞാൻ വളരെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഒരു വളരെ കുഞ്ഞായിട്ട് 2 ആഴ്ച പ്രായമുള്ള ഒരു പട്ടിക്കുഞ്ഞിനെ ആരോ അവിടെ വലിച്ചെറിഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ആ പട്ടിക്കുഞ്ഞ് മഴയത്ത് മഴ നനഞ്ഞ് കരയുകയാണ്. അതിന് കരയാനുള്ള ശക്തി പോലുമില്ല. ഞാൻ ആ മഴയത്തുനിന്ന് അതിനെ എടുത്തുകൊണ്ട് വന്നു. ഞാൻ എൻ്റെ കാറിൽ കൊണ്ട് അതിനെ ടവല് കൊണ്ട് ടർക്കി കൊണ്ട് തുടച്ച് ഞാൻ അതിൻ്റെ തണുപ്പൊക്കെ മാറ്റി നെഞ്ചോട് ചേർത്തൊക്കെ ചൂടൊക്കെ കൊടുത്തപ്പോൾ അല്പം ആശ്വാസമായി. അതെന്നെ സ്നേഹത്തോടെ ദയോടുകൂടി നോക്കുന്നുണ്ടായിരുന്നു. അതൊരു ആൺ പട്ടിക്കുഞ്ഞായിരുന്നു. മഴയത്ത് കിട്ടിയോണ്ട് ഞാൻ അതിനെ റെയിനിൽ നിന്ന് കിട്ടിയോണ്ട് ഞാൻ അവനെ റെയിനോ എന്ന് പേരും വിളിക്കുന്നു. ഇതുകൊണ്ട് സ്പോട്ടിൽ തന്നെ ഞാൻ അവനെ റെയിനോ എന്ന് വിളിച്ചു. പെൺകുഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എന്നെ റെയിനി എന്ന് വിളിച്ചേനെ. അപ്പോൾ ഞാൻ അവനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാം. ഈ മഴക്കാലത്ത് എനിക്ക് മൂലമറ്റത്തേക്ക് പോകുന്ന വഴിക്ക് മഴയിൽ ആരോ ഉപേക്ഷിച്ച് കളഞ്ഞ ആ പട്ടിക്കുഞ്ഞെ കിട്ടിയത് ഞാൻ നിങ്ങളെന്ന് പരിചയപ്പെടുത്താം. എൻ്റെ റെയിനോയെ ഞാൻ നിങ്ങളെന്ന് പരിചയപ്പെടുത്താം. അവൻ്റെ കൂടുതലുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കാം. അപ്പോൾ ഈ മഴക്കാലത്ത് ഈ നല്ല ശക്തമായ റെയിനിൽ എനിക്ക് കിട്ടിയ എൻ്റെ റെയിനോയെ നിങ്ങളൊന്ന് കാണുക. എൻ്റെ മടിയിലിരിപ്പുണ്ട്. ഇതാണ് റെയിനോ. ഇവനെയാണ് എനിക്ക്, കുഞ്ഞാണ്, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഈ ക്യാമറയിൽ കാണുമ്പോൾ ഇച്ചിരി ഇതായിട്ട് തോന്നുന്നേ ഉള്ളൂ. അപ്പോൾ ഇവനെയാണ് എനിക്ക് മഴയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വിശേഷങ്ങൾ വീണ്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ അവൻ സേഫാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഹോസ്പിറ്റലിൽ അടുത്ത ദിവസം ഒന്ന് കൊണ്ടുപോകുന്നുണ്ട്. അത്യാവശ്യം ഇന്നിപ്പോൾ രാവിലെ പാലൊക്കെ കുടിച്ചിട്ട് ഓക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്താണെങ്കിലും പട്ടിക്കുഞ്ഞാണെങ്കിലും പൂച്ചക്കുഞ്ഞാണെങ്കിലും എന്താണെങ്കിലും വഴിയിൽ നിന്ന് ആരെങ്കിലും ഉപേക്ഷിച്ച്